ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ റിവ്യൂ അത് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. 2023 അവസാനം തന്നെ റിലീസാകുമെന്ന് പ്രതീക്ഷിച്ചൊരു മൂവിയാണ്. പക്ഷേ പല പല പ്രശ്നങ്ങൾ കൊണ്ടും അതിൻ്റെ മേക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും കൊണ്ടും നീട്ടി വെച്ച് 2024 ഫെബ്രുവരി മാസം റിലീസാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ 2024 മാർച്ച് 7-ാം തീയതി റിലീസായിരിക്കുകയാണ്. കുറച്ച് കോൺട്രവേഴ്സിയാണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു മൂവിക്കെതിരെ ഹൈക്കോർട്ടിൽ ഒരു സ്റ്റേ ഹർജിയൊക്കെ കൊടുത്തിരുന്നു. അത് പക്ഷേ ഹൈക്കോർട്ട് റിജക്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നിരുന്നൊരു മൂവിയാണ്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. വേറെ മലയാളം മൂവീസൊന്നും റിലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ തിയേറ്റർ നോക്കുകയില്ലായിരുന്നു കേട്ടോ. ഏത് മൂവിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. തങ്കമണി എന്നാണ് മൂവിയുടെ പേര്. ഡയറക്ടർ രതീഷ് രഘുനന്ദൻ. അദ്ദേഹം ഉടൽ എന്ന മൂവിക്ക് ശേഷം ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. 1986 ഒക്ടോബർ മാസം ഇടുക്കി കട്ടപ്പനയ്ക്ക് അടുത്ത് തങ്കമണി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ഇഷ്യൂ, ഒരു ലഹള, അത് ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന കുറച്ച് കാര്യങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു മൂവിയുടെ ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും എനിക്ക് മുമ്പേ അറിയില്ലായിരുന്നു. പിന്നെ മൂവിയുടെ അനൗൺസ്മെൻറ്റിന് ശേഷം ആണ് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അറിഞ്ഞതും. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ കുറച്ച് കോൺട്രവേഴ്സി ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അധികം ഒന്നും പോകുന്നില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവർ താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കെ. അപ്പോൾ നമുക്ക് മൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, എന്നാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. അതിന് രണ്ട് രീതിയിൽ പറയാം. പോസിറ്റീവായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഫസ്റ്റ് തിങ് അതിൻ്റെ സ്റ്റോറിയാണ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് കൊണ്ട് തന്നെ അതെങ്ങനെയാണ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മൂവി ആക്കാൻ പോകുന്നതെന്ന് ഒരു ഇച്ചിരി എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അത് കണ്ടപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻസിഡൻസും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കുന്ന കുറച്ച് വിഷ്വൽസ്, ഇങ്ങനെയാണ് അവിടെ നടന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ചിന്തിക്കാനോ കൂടെ പറ്റില്ല. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അതൊക്കെ അവർ സ്റ്റോറി വൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് തിങ് അതിലെ പെർഫോമൻസാണ്. പെർഫോമൻസ് ഗംഭീരമെന്നല്ല, അതിൽ കുറച്ച് ലീഡ് ആക്ടേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ ദിലീപേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. പിന്നെ പറയേണ്ട അസീസ് നെടുമങ്ങാട്, മാളവിക മേനോന്, സുദേവ് നായർക്കൊന്നും അധികം ചെയ്യാനില്ല എങ്കിൽ പോലും അജ്മൽ അമീർ, നീത പിള്ളെ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ലീഡ് ആക്ടേഴ്സിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഇവരൊക്കെയാണ് മെയിനായിട്ട് ലീഡ് കുറച്ച് കൊണ്ടുപോകുന്നത്. അവരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് ഇത്രയും ആൾക്കാരുടെ പെർഫോമൻസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ദിലീപേട്ടൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് സൂപ്പർബാണ്. അത് എനിക്ക് എങ്ങനെ അത് പറയണമെന്നറിയില്ല. പുള്ളിക്കാരൻ്റെ ഒരു സിഗ്നേച്ചറില്ലേ, അത് കോമഡി റോൾസും അതുപോലെ തന്നെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ മഴത്തുള്ളിക്കിലുക്കത്തിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുള്ളൊരു സീനുണ്ട്. അതൊക്കെ പോലെ എനിക്ക് കുറച്ച് കണക്റ്റഡായി ഒരു ചില ഭാഗങ്ങൾ ഇമോഷണലി. അതുപോലെ തന്നെ പുള്ളിക്കാരൻ അന്വേഷിച്ച സിറ്റുവേഷൻ എനിക്ക് കറക്റ്റായിട്ട് കൺവിൻസ് ആയി. പിന്നെ പറയേണ്ടത് അതിൻ്റെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് ബ്രൂട്ടൽ സീനുകളുണ്ട്. അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് റിയൽ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളാണെന്ന് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ബ്രൂട്ടൽ സീനുകൾ, വയലൻസ് സീനുകൾ, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് തന്നെ ആ ഒരു സീനുകളോടുകൂടിയാണ്. അതൊക്കെ ഭയങ്കര ഇമോഷണലി നമുക്ക് കൊണ്ടിട്ടുണ്ട് ആ ബ്രൂട്ടൽ വയലൻസ് സീനുകളൊക്കെ. മ്യൂസിക് വർക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലെ ഒരു ലവ് സോങ് എനിക്ക് വർക്കായില്ല. ബാക്കി എല്ലാ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അതിലെ ഒരു ഇമോഷണൽ ട്രാക്കുകളൊക്കെ ഉണ്ട്. അത് പല പല പോർഷൻസിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയി. അത്യാവശ്യം മൂവിക്ക് വേണ്ട ഒരു സാധനം പുള്ളി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മൂവിയുടെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. നെഗറ്റീവ് എന്ന രീതി ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ഭാഗങ്ങൾ അവർക്ക് ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നി. ഫസ്റ്റ് തിങ് അതിൻ്റെ കളർ ഗ്രേഡിങ്ങും DOPയും. കളർ ഗ്രേഡിങ് പറയുന്നതിന് മുമ്പ് DOP ഞാൻ ആദ്യം പറയാം. ഒരു സിനിമയ്ക്ക് വേണ്ട വിഷ്വൽസ് ഇല്ലേ, സിനിമയ്ക്ക് വേണ്ട വിഷ്വൽസ് ആണ് സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇവിടെ ക്യാമറ കൊണ്ട് കുറേ ഗിമ്മിക്സ്, നമ്മുടെ കോക്കൊക്കെ പറയുന്ന പോലെ കുറേ ഗിമ്മിക്സ് കളിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ. അതായത് ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സംഭവം പറയാം. ഒരു പോലീസ് ജീപ്പ് വരുന്ന സീനാണെന്ന് വെച്ചോ. പോലീസ് ജീപ്പ് വരുന്ന സീനിൽ പോലീസ് ജീപ്പ് ഒരു സ്ഥലത്ത് വരുന്നതാണ് നമ്മളതിൽ കൺവേ ചെയ്യേണ്ടത്. അതിനപ്പുറം പോലീസ് ജീപ്പ് പല പല ആംഗിളിൽ നിന്ന് വരുന്നു, മാനത്തുനിന്ന് വരുന്നു, അതുപോലെ തന്നെ ക്യാമറ കറക്കിക്കൊണ്ട് വരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല. പോലീസ് ജീപ്പ് വരുന്ന ഒരു സീനിനെ അത്തരത്തിൽ സിമ്പിളായിട്ട് സാധനം കൊടുത്താൽ മതി. സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സാധനം പറയാൻ പോകേണ്ട സീനാണെങ്കിൽ
ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ക്യാമറ വെച്ച് ഒത്തിരി പണിപ്പെട്ടിട്ടുണ്ട് പുള്ളി. സീനിനനുസരിച്ചുള്ള വിഷ്വൽസ് എല്ലാം നമുക്ക് വേണ്ടത്. ഇവിടെ അതിനപ്പുറം പുള്ളി എന്തൊക്കെയോ അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചതുപോലെ എനിക്കൊരു തോന്നുന്നില്ല. അത് നമുക്ക് മനസ്സിലാകും. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ ശ്രമിച്ചൊരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കളർ ഗ്രേഡിങ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റൊമാൻറ്റിക് പാട്ട്, കളർ ഗ്രേഡിങ് ചെയ്യാതെ വെച്ചൊരു ഫീല്. നമ്മൾ ലാസ്റ്റ് റീസെൻ്റായിട്ട് കണ്ട അന്വേഷിപ്പിൻ കണ്ടെത്തുന്നൊരു മൂവി, ആ ഒരു മൂവിയുടെ ഒക്കെ കളർ ഗ്രേഡിങ് ആണെങ്കിലും അതും വിഷ്വൽസൊക്കെയാണ് നമ്മളെ പിടിച്ചിരുത്തിയത്. സ്റ്റോറി നല്ല സ്റ്റോറി ബോർഡ് ഉണ്ട് ഇവർക്ക്, പക്ഷേ വിഷ്വൽസിൽ അവർക്ക് അത്രയും നമ്മളിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വരുവാണ് അതൊരു പോരായ്മ തന്നെയല്ലേ. കളർ ഗ്രേഡിങ് ആസ് ആൻ ഓഡിയൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു എന്തോ ഒരു പ്രശ്നമൊക്കെ ഉള്ളൊരു ഫീല്. പിന്നെ പറയാനാണെങ്കിൽ അതിൻ്റെ സൗണ്ട് മിക്സിങ്, അത് ചിലപ്പം ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം നല്ലൊരു തിയേറ്ററിലാണ് കണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ സൗണ്ട് മിക്സിങ് ഭയങ്കര തലവേദന എടുത്തു എനിക്ക് സത്യമായിട്ടും. ഫസ്റ്റ് തുടക്കം തന്നെ ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സമരമല്ല, പ്രക്ഷോഭം തന്നെയാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് സൗണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാകും ഒരാളുടെ ഡയലോഗ് പറയുമ്പോൾ ഉള്ള സൗണ്ടിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ആൾക്കൂട്ടം കലവില കൂട്ടുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും മിക്സ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റിൽ വെക്കണ്ടേ. പക്ഷേ ഇത് എന്തോ ഭയങ്കര ഇറിറ്റേഷനായിട്ട് എനിക്കൊന്നും വേർതിരിച്ചെടുത്ത് അറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മ്യൂസിക് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക് ഇവിടെ മിക്സ് ചെയ്തപ്പം ഭയങ്കര അലങ്കോലമാക്കിയൊരു ഫീൽ എനിക്ക് തോന്നി. അത് എനിക്ക് സൗണ്ട് മിക്സിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണോ എന്ന് അറിയത്തില്ല, ഞാനത് ഉറപ്പിടുന്നില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല, തിയേറ്ററിൻ്റെ പ്രശ്നമാകാം ചിലപ്പോൾ. മൂവി കണ്ടവർക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൊന്ന് പറയണേ. മൂവിയുടെ ഇമ്പാക്റ്റിനെ ശരിക്കും സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നി. തിയേറ്ററിൻ്റെ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിലും മിക്സിങ്ങിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ആ ഒരു സംഭവം കാണുമ്പോൾ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ എനിക്ക് നോട്ടീസ് ചെയ്ത ഒരു 2-3 പേര് സംസാരിക്കുന്നത് ദൂരെ നിന്ന് സംസാരിക്കുക. ഒരു ജീപ്പ് ഇങ്ങനെ എൻട്രി ചെയ്യുന്നൊരു സീനിൽ ആ ജീപ്പിൻ്റെ അടുത്താണ് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് അവർ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അപ്പുറത്തെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി ഒരേപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ലോങ്ങിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളുടെ ഇൻറ്റൻസിറ്റി അത് വ്യത്യാസമായിരിക്കും നമ്മൾ കേൾക്കുമ്പോൾ. അവിടെ മിക്സ് ചെയ്തതിലെ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത്. ജീപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയും ഈ ആൾക്കാർ സംസാരിച്ച ഇൻറ്റൻസിറ്റിയും സെയിം ആയിട്ട് തോന്നി. അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അതും പിന്നെ വിഷ്വൽസിലെ കളർ ഗ്രേഡിങ് കൂടെ എനിക്കെന്തോ മാച്ച് ആവാത്തൊരു ഫീല്. ഇതെല്ലാം കൂടെ വന്നപ്പോൾ ആ ഒരു മൂവി എനിക്ക് പ്രോപ്പറായിട്ട് ആ സ്റ്റോറി ആസ്വദിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പിന്നെ അവരതൊക്കെ തിരുത്താൻ ശ്രമിച്ചൊരു ഫീൽ തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അനാവശ്യമായിട്ട് കുറേ ഷോട്ടുകളൊക്കെ ഇവരിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തോന്നി. അവരൊരു സിറ്റുവേഷൻ ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടുന്നതായിരിക്കാം. പക്ഷേ അത് ഒറ്റ ഷോട്ടാണെങ്കിൽ പോലും അവിടെ പോലീസ് ജീപ്പ് വന്നു എന്ന് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ കാണിച്ച് കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കമ്പുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഷോട്ട് വരുന്നു, മാനത്തൊരു ഷോട്ട് കാണിക്കുന്നു, അവിടെ കാണിക്കുന്നു, ഇവിടെ കാണിക്കുന്നു. അതൊക്കെ വന്നപ്പോഴേക്കും ഭയങ്കര അവിയൽ പരുവാക്കി വെച്ചൊരു ഫീൽ തോന്നി. ബ്രൂട്ടാലിറ്റിയുടെ സീൻസിലൊക്കെ കുറച്ചും കൂടെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ, അവർ കംപ്ലീറ്റ് ആക്കി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ അടിക്കുന്ന സീനാണെങ്കിലും ഒരു മുള്ളിൻ്റെ ഒക്കെ സാധനം കൊണ്ട് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം പല ആംഗിളിൽ നിർത്താൽ അടിപൊളിയാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കണം. അത് അത്രയ്ക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ഒരു സീൻ ആയതുകൊണ്ട് തന്നെ. പക്ഷേ വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ കയറ്റിയപ്പം മൂവിയുടെ ആസ്വാദനം ഭയങ്കരമായിട്ട് മോശമായി പോയതുപോലെ ഒരു ഫീൽ. ചില പെർഫോമൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി ചില ഡയലോഗ് ഡെലിവറിയാണ്. എനിക്ക് ഡയലോഗ് ഡെലിവറിയിൽ തോന്നിയ നമ്മുടെ മേജർ രവി സാറിൻ്റെ ഒരു പോർഷൻസ് ഒക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കുറേ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അതുപോലെ പോലീസ് ഓഫീസറായിട്ട് വന്നൊരു പെണ്ണിൻ്റെ അഭിനയം, പുള്ളിക്കാരിയുടെ അഭിനയം എനിക്ക് വർക്കായില്ല. പുള്ളിക്കാരുടെ അഭിനയം എനിക്കെന്തോ അതിന് പകരം നല്ലൊരാളെ ചെയ്യാമായിരുന്നു. പിന്നെ അനാവശ്യമായിട്ട് എവിടെയൊക്കെയോ ദുർഗാകൃഷ്ണനെ കയറ്റി വെച്ചേക്ക, അതൊക്കെ എനിക്ക് തോന്നിയില്ല. വെറുതെ കുറേ വേണ്ടാത്ത ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ കുറേ ക്ലോസ് ഷോട്ടുകൾ ഇവരുടെയൊക്കെ ഇല്ലേ. സജഷൻ ഷോട്ട് നമുക്ക് മനസ്സിലാക്കാം, ഭയങ്കര ടൈറ്റ് ക്ലോസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അവരുടെ ഫേസിൽ നിന്ന് മാറുന്നില്ല ഷോട്ടുകൾ, അങ്ങനെ നിൽക്കും. അങ്ങനെ കുറേ ഇംപെർഫെക്ഷൻസ് എനിക്ക് തോന്നി. ഞാൻ ഒരു നോർമൽ ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ചിലപ്പം ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. സാധാരണ നമ്മളൊരാളുടെ ക്ലോസ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സജഷൻ ഷോട്ടാണല്ലോ നമ്മൾ പ്രയറായിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും ടൈറ്റ്, വേറെ ആരുടെയും പ്രസൻസ് ഒന്നുമില്ല, ക്യാമറയെ നോക്കി സംസാരിക്കുന്നത്. ഇവിടെ എല്ലാം ക്യാമറയെ നോക്കിയാണ് സംസാരിച്ചത്. അതൊക്കെ ഭയങ്കര മേക്കിങ്ങിലെ കുറച്ച് പിഴവ് പോലെ ഫീൽ ചെയ്തു. സജഷൻ ഷോട്ട് വരുമ്പോഴും സജഷൻ ഷോട്ടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരാളുടെ ഷാഡോയിൽ മറ്റൊരാളെ കാണിച്ച്
ഒരു ഡയലോഗ് പറയുന്ന സാധനമൊക്കെ, അതുപോലും എനിക്കെന്തോ ആസ്വദിക്കാൻ പറ്റാത്തൊരു ഫീല്. അതെനിക്കറിയില്ല, ചിലപ്പോൾ ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ടെക്നിക്കൽ വർക്കിൻ്റെ കുറവില്ലേ, അത് നല്ലതുപോലെ അറിയാനുണ്ട്. സംഭവം കൊണ്ടുവരാനായിട്ട് എന്തോ ഒരു അവർക്ക് സാധിക്കാത്ത 100% അല്ല, അവർക്കൊരു 60 to 70% കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. അവരതൊരു 100 വേണ്ട, ഒരു 90% കൊണ്ടുവന്നിരുന്നെങ്കിൽ തന്നെ ഈ പടത്തിൻ്റെ പ്ലോട്ട് മാറിയേനെ. പ്ലോട്ടിനെ പക്കായിട്ട് എലവേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വിഷ്വൽസും കൂടെ ഒത്തൊത്ത് പോകണമല്ലോ. ഇതങ്ങനെ പോയതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, ജെനുവിനായിട്ട് ഞാൻ പറയുന്ന. ഇതിൽ ചിലപ്പം എല്ലാവർക്കും ഇങ്ങനെ തന്നെ തോന്നിയെന്ന് വരില്ല. ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലവർക്ക് എൻ്റെ അതേ അഭിപ്രായമായിരിക്കാം. പക്ഷേ കണ്ട ഒരു സ്ഥിതിക്ക് നേരിട്ട് കണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം തോന്നി. പിന്നെ ക്ലൈമാക്സിനൊക്കെ അടുത്താണെങ്കിലും നേരത്തെ പറഞ്ഞ ക്യാമറയുടെ കുറേ ഗിമ്മിക്സ് കളി, അത് ട്വിസ്റ്റ് അല്ല, അതിലൊരു ഇമ്പോർട്ടൻ്റ് സാധനം ആയതുകൊണ്ട് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അതിൽ കുറേ ക്യാമറ വർക്ക്, ഒരു സാധനം നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ്, ഇന്ന ഒരു ഇതാണ് ശരിക്കും നടന്നത്, അല്ലെങ്കിൽ ഇതാണ് സംഭവം എന്ന് പറയുന്നുണ്ട്. അതിനെ പല പല ആംഗിളിൽ നിന്ന് കാണിക്കുക. എനിക്കതെന്തോ പിടിച്ചില്ല. അത് ഏറ്റവും ലാസ്റ്റ് സീനാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. പല ആംഗിളിൽ നിന്ന് ഇങ്ങനെ പാൻ ചെയ്യുന്ന ഷോട്ടുകളേ ഉള്ളൂ ഈ ഒരു പടത്തിൽ. ടെക്നിക്കൽ വൈസ് കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആക്കാമായിരുന്നു, അത് അറിയത്തില്ല. ഇപ്പം ഈ ഒരു സാധനം വേറൊരാൾ, ഇപ്പം എനിക്കധികം വ്യൂവേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതധികം നോട്ടീസ് ചെയ്തൊന്നും വരില്ല. ഇതൊരു നല്ലൊരു വ്യൂവർ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഇടയിൽ തന്നെ നല്ല റിവ്യൂ പറയുന്നവരുണ്ടല്ലോ, സ്ഥിരം നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും നമ്മൾ പറയണ്ടേ, ഇതൊക്കെ നമ്മളൊരു മൂവി ആസ്വദിക്കാൻ പോകുന്നതല്ലേ, അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ പറയണം. കാരണം അതൊരിക്കലും നെഗറ്റീവ് ആക്കിയല്ല പറയേണ്ടത്. നെക്സ്റ്റ് മൂവിയിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് നെഗറ്റീവാക്കി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ടെക്നിക്കലി കുറച്ചും കൂടെ നല്ല അസിസ്റ്റൻസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ആസ്വാദനം കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. ഓവറോൾ നമുക്ക് വൺ ടൈമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. ഇതൊരു മൾട്ടിപ്പിൾ വാച്ച് മൂവി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മേക്കിംഗ് വൈസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാമല്ലോ എന്ന രീതിയിൽ ഇറക്കാൻ പറ്റിയൊരു മൂവിയായിരുന്നു. പക്ഷേ അതൊരു വൺ ടൈം ആക്കി, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ഇച്ചിരി താന്നു പോയൊരു ഫീല്. പക്ഷേ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാവുന്നൊരു മൂവിയാണ്, കണ്ടു നോക്കണം എന്തായാലും. കാരണം അത്തരത്തിലൊരു സംഭവം, ഇൻസിഡൻറ്റ് നമ്മളൊക്കെ അറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവി കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ എൻ്റെ ചെറിയൊരു അഭിപ്രായം. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ ഈ മൂവി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം അത് താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. അതുപോലെ തന്നെ മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഈ മൂവിയുടെ റിവ്യൂ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനും ജീവിച്ച് പോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മൂവീസ് നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വന്ന് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിടാൻ ശ്രമിക്കുന്നതാണ്. നല്ല കുറച്ച് മൂവീസിൻ്റെ റിവ്യൂസ് ചെയ്തിടണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള മൂവീസ് എന്തൊക്കെയാണെന്ന് താഴെ ഒന്ന് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം.